മനുഷ്യന്റെ വിസർജന അവയവം ഏതാണെന്ന് അറിയാമോ? മനുഷ്യന്റെ വിസർജന അവയവം എന്ന് പറഞ്ഞാൽ വൃക്കകൾ. വൃക്കകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് കിഡ്നി. ഓർത്ത് വെച്ചോളുക, മനുഷ്യന്റെ വിസർജനാവയവം വൃക്കകളാണ്. ഒരു മനുഷ്യന് എത്ര വൃക്കകളുണ്ടെന്നറിയാമോ? ഒരു മനുഷ്യന് 2 വൃക്കകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ആൻസർ നമ്മുടെ ഓപ്ഷനിലൊന്നും കാണത്തില്ല. ഒരു മനുഷ്യന് 1 ജോഡി വൃക്കകൾ, ഒരു മനുഷ്യന് 1 ജോഡി വൃക്കകളുണ്ട്. അതുപോലെ തന്നെ വൃക്കകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. നെഫ്രോളജി, വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. അതുപോലെ വൃക്കയ്ക്ക് അല്ലെങ്കിൽ കിഡ്നിക്ക് ഉണ്ടാകുന്ന അണുബാധ ഏതാണെന്നറിയാമോ? വൃക്കകൾക്കുണ്ടാകുന്ന അണുബാധയാണ് നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വൃക്കയിൽ കാണപ്പെടുന്ന കപ്പ് പോലെയുള്ള ഭാഗം എന്താണ്? ബൊമാൻസ് ക്യാപ്സൂളാണ്. ബൊമാൻസ് ക്യാപ്സൂളാണ്. അതുപോലെ തന്നെ പറയുകയാണ് ബൊമാൻസ് ക്യാപ്സൂൾ വില്യം ബൊമാൻസ് എന്ന ശാസ്ത്രജ്ഞനോടുള്ള സ്മരണാർത്ഥമാണ് ബൊമാൻസ് ക്യാപ്സൂൾ എന്ന പേര് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ 2 വൃക്കകളും തകരാറിലാകുന്ന അവസ്ഥ, ഒരു വ്യക്തിയുടെ 2 വൃക്കകളും തകരാറിലാകുന്ന അവസ്ഥയാണ് യുറീമിയ. യുറീമിയ. അതുപോലെ തന്നെ യുറീമിയ ബാധിച്ച വ്യക്തിയുടെ ജീവൻ നിലനിർത്തുവാൻ നടത്തുന്ന രക്ഷാപ്രവർത്തനം ആണ് ഡയാലിസിസ്. ഓർത്ത് വെച്ചോളം, വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ തന്നെ വൃക്കയിലെ കല്ല് രാസപരമായിട്ട് കാൽസ്യം ഓക്സലേറ്റ് ആണ്. വൃക്കയിലെ കല്ല് മൂലമുണ്ടാകുന്ന അസഹ്യമായ വേദനയാണ് റീനൽ കോലിക്ക്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വൃക്കകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് വിജയകരമായിട്ട് മാറ്റിവെച്ച അവയവം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് വൃക്കകളാണ്. 1954 അങ്ങനെ ഒരു സർജറി നടന്നത്. ഡോക്ടർ ജോസഫ് മുറയാണ് അതിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ വൃക്കയുടെ ആവരണത്തെ വിളിക്കുന്ന പേരാണ്. വൃക്കയുടെ ആവരണത്തെ വിളിക്കുന്ന പേരാണെന്ത്? വൃക്കയുടെ ആവരണത്തെ വിളിക്കുന്ന പേരാണ് പെരിട്ടോണിയം. ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അണലിയുടെ വിഷം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? കിഡ്നി അല്ലെങ്കിൽ വൃക്കകളാണ്. അതുപോലെ വൃക്കകളുടെ ആരോഗ്യത്തിന് എന്ത് വേണം? ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നിയുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെറ്ററാണ്.